ജനാധിപത്യത്തിൽ നാം കാണുന്ന ഒരു പ്രതിഭാസമാണ് ഒരു സർക്കാർ കാലാവധി പൂർത്തിയാക്കാറാകുമ്പോൾ നടത്തുന്ന വമ്പിച്ച ഒരു ആദായ വിൽപ്പന. കാലാവധി പൂർത്തിയാക്കാനാകുമ്പോൾ സർക്കാർ ഉദ്യോഗങ്ങളിൽ സ്വന്തക്കാരെ തിരികെ കയറ്റുന്നതും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാർക്കും മറ്റും ശമ്പളവും പെൻഷനും കൂട്ടിക്കൊടുക്കുകയും അതോടൊപ്പം കിട്ടാവുന്നിടത്തോളം കടം മേടിച്ചു കൂട്ടുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഈ അധിക ചെലവൊക്കെ എങ്ങനെ വകവെക്കും എന്നുള്ള യാതൊരു കണക്കുകൂട്ടലും ഇവിടെയില്ല. ഭരണം മാറിക്കഴിയുമ്പോൾ പുറത്തുപോയ സർക്കാരിന് ഈ കാര്യങ്ങളിൽ യാതൊരു ബാധ്യതയോ ഉത്തരവാദിത്തമോ ഇല്ല എന്നുള്ളത് കൂടി ഓർക്കണം. ഇതിന് പ്രധാനമായും 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, ഭരണത്തിലുള്ള സന്ദർഭത്തിൽ പരമാവധി സ്വന്തം ആളുകളെ സർക്കാർ സ്ഥാനങ്ങളിൽ തിരികെ കയറ്റിയിട്ടുണ്ടാവും. അവരുടെ നില കൂടി ഒന്ന് ഭദ്രമാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. എന്നാൽ രണ്ടാമത്തെ ലക്ഷ്യമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ശരിയായ പിതൃശൂന്യത വ്യക്തമാക്കുന്നത്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി കാലാവധി പൂർത്തിയാക്കാൻ ആകുമ്പോഴേക്കും വിവിധ കാരണങ്ങൾ കൊണ്ട് ജനങ്ങൾക്കിടയിൽ അവർക്കെതിരെ അതൃപ്തി പുകയുന്നുണ്ടാവും. ഇതിനെ ഇംഗ്ലീഷിൽ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് ഇലക്ഷനുകളിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മാറി അടുത്ത രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ മാറി മാറി അധികാരത്തിൽ വരുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ പ്രകടവുമാണല്ലോ. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഭരണത്തിലുള്ള പാർട്ടി ഈ കളി കളിക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യം അടുത്തതായി കയറാൻ സാധ്യതയുള്ള സർക്കാരിന് ഭരണനിർവഹണത്തിന് പരമാവധി ബുദ്ധിമുട്ട് സൃഷ്ടിക്കുക എന്നതുകൂടിയാണ്. പലപ്പോഴും പുതുതായി ടാക്സും ഈടാക്കേണ്ടി വരുന്നു. ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ പുതിയ സർക്കാരിനെതിരെ പുതുവികാരം ഉണർത്താൻ കാരണമാകുന്നു. അതിൻ്റെ ഫലമായി ചുരുങ്ങിയത് പിന്നീടുള്ള ഇലക്ഷനിലെങ്കിലും തിരിച്ച് അധികാരത്തിൽ കയറാൻ കഴിയും എന്നുള്ള ശകുനിതന്ത്രമാണ് ഇതിന് പിന്നിൽ. നമ്മുടെ രാഷ്ട്രീയക്കാർ പോലീസിൻ്റെ തല്ലും ജലപീരങ്കിയുമൊക്കെ കൊള്ളുന്നത് പിന്നെ മോക്ഷം നേടാനാണെന്നാണ് വിചാരിച്ചത്. ഈയിടെ വന്ന ഒരു വാർത്ത തന്നെ കാണുക. സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്ന് ധനമന്ത്രി. അതായത് കാലാവധി പൂർത്തിയാക്കാൻ പോകുന്ന ഒരു സർക്കാരാണ് അടിസ്ഥാന ശമ്പളത്തിൻ്റെ 50% സർക്കാർ ജീവനക്കാർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. NPS സമ്പ്രദായം തുടങ്ങിയത് തന്നെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഖജനാവിന് താങ്ങാനാവാത്തത് കൊണ്ടാണ് എന്നോർക്കുക. പല സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളമുണ്ടെന്നിരിക്കെ അതിൻ്റെ പകുതി പെൻഷനായിട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് എങ്ങനെ കൊടുക്കുമെന്നോ ആര് കൊടുക്കുമെന്നോ എന്നൊന്നും ചോദ്യമില്ല. ഇത് പാർട്ടി ഫണ്ടിൽ നിന്നുമല്ലോ കൊടുക്കുന്നത്. ഇവിടെയുള്ള ദരിദ്രനാരായണന്മാരുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വരുന്ന ടാക്സിൽ നിന്നാണ്. എഞ്ചിനീയറിംഗും മെഡിസിനും ഒക്കെ കഴിഞ്ഞ കുട്ടികൾ 10,000 രൂപയുടെ ജോലി പോലും കിട്ടാതെ അലയുന്ന നാട്ടിലാണ് ജീവിതകാലം മുഴുവൻ സർക്കാർ ശമ്പളവും സൗകര്യങ്ങളും കൈപ്പറ്റിയ വയസ്സന്മാർക്ക് ലക്ഷങ്ങൾ പെൻഷൻ കൂടി ഉറപ്പാക്കുന്നത് എന്ന് ഓർക്കണം.